ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളുണ്ടല്ലോ കുരുമുളകിന് വളം ഇടാനല്ല, ഇത് സ്പ്രേ ചെയ്യുന്നതാണ് കേട്ടോ. വളം സ്പ്രേ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് NPK ആണ്, ഓർഗാനിക് NPK ആണ്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യമാണ് മെയിനായിട്ടുള്ള കണ്ടൻറ്റ്. അതുകൊണ്ടാണ് NPK എന്ന് വരുന്നത്. അപ്പോൾ ഇത് ഒരു 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പം ഇതിന് ഒരു പാക്കറ്റിന് വരുന്നത് 500 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള കണ്ടൻറ്റ് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യവും ആണ്. അപ്പം ഇത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ വളം ചുവട്ടിലിടുന്നതിനെക്കാട്ടിലും വേഗം അബ്സോർബ് ചെയ്യും. പിന്നെ ഇത് നമ്മൾ വെയിലുള്ള കാലാവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ കൊടുത്തേക്കുന്നത് 100 ഗ്രാമാണ് ഇത് മൊത്തത്തിലുള്ള പാക്കറ്റ്. ഇത് മൊത്തം 200 ലിറ്ററിലേക്കാണ് വെള്ളത്തിലേക്കാണ് നമുക്ക് കലക്കാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഏകദേശം 20 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. ഇതിന് മുമ്പൊക്കെ സ്പ്രേ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 20 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. അപ്പോൾ 20 ലിറ്ററിന് വേണ്ടിയിട്ട് നമുക്ക് 10 ഗ്രാമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് 10 ഗ്രാം അളന്നെടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഒരു വെയിങ് മെഷീൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 10 ഗ്രാം അളന്നെടുക്കാം. അതേ ഇപ്പോൾ നമ്മൾ 10 ഗ്രാം അളന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പേപ്പറിൽ വെച്ചിട്ടാണ് നമ്മളിത് അളന്നെടുത്തേക്കുന്നത്. ഇനി ഇത് നമ്മൾ മൊത്തം 20 ലിറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് കലക്കാൻ പാടില്ല. വളരെ കുറച്ച് വെള്ളത്തിലെടുത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക. കൈകൊണ്ട് എനിക്ക് മിക്സ് ചെയ്യാൻ കൊണ്ട് കുഴപ്പമില്ലെങ്കിൽ അലർജി കാര്യങ്ങളൊന്നുമില്ല. അലർജി കാര്യങ്ങൾ എന്തെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ ഗ്ലൗസ് എങ്ങാനും ഇട്ടിട്ട് മിക്സ് ചെയ്യണം, അതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഈ മിക്സാണ് നമ്മളിനി 20 ലിറ്റർ വെള്ളത്തിലോട്ട് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ഇതിൻ്റെ വളം നന്നായിട്ട് അലുക്കില്ല മൊത്തത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിനി തോട്ടത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മളിത് വെള്ളവും കാര്യങ്ങളൊന്നും അവിടെ നിന്ന് ചുമന്നുകൊണ്ട് വരേണ്ട കാര്യമില്ല. നമ്മളിവിടെ കുരുമുളകിൻ്റെ വെള്ളത്തിന് ഇട്ടതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ പൈപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും ആവശ്യത്തിന് വെള്ളം പിടിക്കാനും അതുപോലെ കൈ കഴുകാനും കാല് കഴുകാനും അങ്ങനെയൊക്കെ ആവശ്യത്തിന്. അപ്പം നമ്മളിത് വാൽവ് ഓണാക്കിയിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വേനൽക്കാലം ആയതുകൊണ്ട് ബാക്കി എല്ലാ റോയിലോട്ടുള്ള വാൽവും ഓണാക്കി ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ മെയിനായിട്ടുള്ളൊരു വാൽവ് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാത്തിലോട്ടും വെള്ളം പോകും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഡ്രിപ്പിട്ട് വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളിതേ അവിടെ വാൽവ് ഓണാക്കുമ്പോൾ ഇതുപോലെ തുള്ളി തുള്ളിയായിട്ട് ഡ്രോപ്പായിട്ടായിട്ട് വെള്ളം വരിക. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് എയർ കുടുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അത് അത്ര നന്നായിട്ട് വരുന്നില്ല. നമുക്കത് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, തുള്ളി തുള്ളിയായിട്ട് വെള്ളം വീഴുന്ന. അങ്ങനെ അതിൻ്റെ ചുവട്ടിലോട്ട് മാത്രം വെള്ളം വീഴും. അതാണ് കുരുമുളകിന് നല്ലതും. അങ്ങനെ ഞാൻ നമ്മുടെ മിക്സ് നമ്മൾ തയ്യാറാക്കി കൊണ്ടുവന്ന മിക്സ് കൊണ്ട് ഈ ബക്കറ്റിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇത് 20 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റാണ് കേട്ടോ. അപ്പം ഈ ബക്കറ്റ് നിറച്ച് നമ്മൾ വെള്ളം എടുത്താൽ 20 ലിറ്ററാണ് കണക്ക്. കറക്റ്റായിട്ട് നമ്മൾ അളക്കുന്നില്ല, പക്ഷേ 20 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. ഇത് നിറച്ച് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പമ്പ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് മുഴുവൻ സ്പ്രേ ചെയ്യുന്നത്. ഈ ഒരു പമ്പ് ഏകദേശം എനിക്ക് തോന്നുന്നു 20 ലിറ്റർ വെള്ളം കൊള്ളുമായിരിക്കും. പക്ഷേ ഞാനിതൊരു 3 തവണയായിട്ട് ആണ് ചെയ്യാറ്. 3 തവണ വെള്ളം ഒഴിക്കും. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളത്തിൻ്റെ. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ, ഞാൻ എപ്പോൾ പറമ്പിലോട്ട് എന്ത് പണിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഋഷിക്കുട്ടൻ എൻ്റെ കൂടെ വരും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ സഹായിക്കാനും മുതലയിൽ നടക്കും, അല്ല അവൻ മണ്ണിൽ കളിച്ച് എങ്ങനെയൊക്കെ നടക്കും. പക്ഷേ എല്ലാ കാര്യത്തിനും ഇങ്ങനെ കൂടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ അവൻ എന്നെ സഹായിക്കുന്നുണ്ട് ആ മിക്സ് എടുത്ത് അതിൽ ഒഴിച്ച് തരാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് തോളത്തിട്ട് സ്പ്രേ ചെയ്യണം. ഇതിൻ്റെ അടിയിലൊരു ഹുക്കുണ്ട്, അത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പമ്പ് നമ്മുടെ തോളയിലേക്ക് ഇടാൻ പറ്റും. തോളയിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സ്പ്രേ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു മേലേക്കും താഴേക്കും ആക്കുന്നൊരു സാധനമുണ്ട്. അതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പമ്പിൽ കൂടെ ഈ വളം വരും, അത് നമുക്ക് സ്പ്രേ ചെയ്യും. അങ്ങനെ നമ്മുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഇവിടെ സ്പ്രേ ചെയ്യുവാണ്. അങ്ങനെ ഓരോ കുരുമുളകിൻ്റെ ചുവട്ടിലും നന്നായിട്ട് സ്പ്രേ ചെയ്യണം. അതിൻ്റെ ഇലയിലും അതിൻ്റെ തണ്ടിലും ഒക്കെ നന്നായിട്ട് വീഴുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്യണം. എന്നാൽ മാത്രമേ അത് നല്ല രീതിക്ക് അബ്സോർബ് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ സാധാരണ ചുവട്ടിൽ വളം ഇടുന്നതിനെക്കാട്ടിലും നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വേഗം അത് അബ്സോർബ് ചെയ്യും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്പ്രേ ചെയ്ത് നമുക്കൊരു 4-5 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടണം. വെയിൽ കിട്ടണം എന്ന് പറയില്ല, മഴ പെയ്യാതിരുന്നാൽ മതി.
ഇത് സ്പ്രേ ചെയ്ത് ഉടനെ തന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിതൊക്കെ സ്പ്രേ ചെയ്തതിന് ഒരു ഗുണവും ഇല്ലാതായി പോവും. അപ്പം നമ്മൾ അത് മഴയുടെ ഒരു കാലാവസ്ഥ നോക്കിയിട്ട് വേണം. ഞാനിപ്പോൾ ചെയ്യുന്നത് വൈകുന്നേരമാണ് കേട്ടോ. വെയിലുള്ള സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ല. വെയിലൊക്കെ കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് വേണം, അതൊരു വൈകുന്നേരത്തെ സമയത്ത് 5 മണിയൊക്കെ കഴിഞ്ഞൊരു സമയത്ത് വേണം ചെയ്യാൻ. ഞാനത് ചെയ്യുമ്പോൾ സമയം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു 1 മണിക്കൂറിൻ്റെ അടുത്ത് വേണം എനിക്കിത് അടിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു 6:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് വേണം അടിച്ച് തീരുക. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വേഗം അതിൻ്റെ റൂട്ടിലേക്കും അതിൻ്റെ സ്റ്റെമ്മിലേക്കൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് നമ്മൾ എപ്പോഴും ചെയ്യാറില്ല, ഒരു 3 മാസം കൂടുമ്പോഴൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ചെയ്തപ്പോൾ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്